ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഒന്നിച്ചു നിന്ന് ഇസ്രായേലിനെ എതിർക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട കക്ഷികളാണ് ഇറാനും പാകിസ്ഥാനും. എന്നാൽ അവരിപ്പോൾ പരസ്പരം പോരാടുന്നു. എന്തായിരിക്കും കാരണം? എടുത്താൽ പൊങ്ങാത്തത്ര പ്രശ്നത്തിലാണ് പാകിസ്ഥാൻ. സാമ്പത്തിക പ്രതിസന്ധി, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, ആഭ്യന്തര കലഹങ്ങൾ, തീവ്രവാദം, അജ്ഞാതൻ്റെ ആക്രമണം, താലിബാൻ തർക്കങ്ങൾ, അങ്ങനെ ലിസ്റ്റ് നീളുന്നു. ഇറാനാണെങ്കിൽ ഹൂതികളെ സഹായിക്കണം. അവർ ചെങ്കടലിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും ഒറ്റയ്ക്കാണ് നേരിടുന്നത്. ഈ സാഹചര്യത്തിൽ എന്തിനാണ് ഇറാനും പാകിസ്ഥാനും പരസ്പരം പോരാടുന്നത്? വളരെ സങ്കീർണമായ ആ രാഷ്ട്രീയ വിഷയങ്ങൾ വളരെ എളുപ്പത്തിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യൂ. നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത് എന്ന കാര്യം ഒന്ന് കമൻറ്റിൽ എഴുതൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. 2026 ജനുവരി മാസം 16-ാം തീയതി പാകിസ്ഥാനിലേക്ക് ഇറാൻ സീരീസ് ഓഫ് മിസൈലുകൾ അയക്കുകയാണ്. ഒരു മിസൈലല്ല, സീരീസ് ഓഫ് മിസൈലുകളാണ് അയക്കുന്നത്. മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിലേക്ക് ഇറാൻ ഇത്തരത്തിൽ മിസൈൽ അയച്ച സമയത്ത് പാകിസ്ഥാൻ വെറുതെ ഇരിക്കുമോ? തീർച്ചയായിട്ടും ഇല്ല. 2 ദിവസത്തിനുള്ളിൽ തന്നെ പാകിസ്ഥാൻ ശക്തമായി സീരീസ് ഓഫ് മിസൈലുകൾ ഇറാനിലേക്ക് അയച്ച് തിരിച്ചടി നടത്തുകയാണ്. എന്നാൽ ഇറാനും പാകിസ്ഥാനും എന്തിനാണ് ഇങ്ങനെ പരസ്പരം പോരാടുന്നത്? നമുക്കറിയുന്നത് പോലെ ഇറാൻ ഒരു ഷിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, പാകിസ്ഥാൻ ഒരു സുന്നി മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്. എങ്കിൽ പോലും ഒരു കാലത്ത് ഈ 2 രാജ്യങ്ങളും നല്ല സൗഹൃദത്തിലായിരുന്നു. 1947 പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടി മറ്റൊരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറുന്നത്. ഇത്തരത്തിൽ ഒരു രാജ്യമുണ്ടായ സമയത്ത് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന പുതിയൊരു മുസ്ലിം രാജ്യം ഉണ്ടായിരിക്കുകയാണ്. ഇത്തരത്തിലൊരു മുസ്ലിം രാജ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിന് കൂടുതൽ സഹായ സഹകരണങ്ങൾ നൽകുക എന്നുള്ളത് ഇറാൻ്റെ ഒരു തീരുമാനമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ ഇറാൻ പാകിസ്ഥാനുമായിട്ട് നല്ല സൗഹൃദങ്ങൾ വെച്ച് പുലർത്തി. 1965-ലും 1971-ലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നിരുന്നു. ആ യുദ്ധത്തിൽ പാകിസ്ഥാൻ തോറ്റുപോയി എന്ന കാര്യം നമുക്കറിയാം. എങ്കിൽ പോലും പാകിസ്ഥാന് ആ സമയത്ത് ആയുധവും പണവും നൽകി സഹായിക്കാൻ ഇറാൻ മുൻപന്തിയിലുണ്ടായിരുന്നു. മറ്റൊരു രാജ്യമായിരുന്നു അമേരിക്ക. അമേരിക്കയും ആ സമയത്ത് പാകിസ്ഥാനെ സഹായിച്ചിരുന്നു. കാരണം വേറെയൊന്നുമല്ല, ഇറാനുമായിട്ടും പാകിസ്ഥാനുമായിട്ടും നല്ല ബന്ധമാണ് അമേരിക്കയെ വെച്ച് പുലർത്തിയിരുന്നത്. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ലോകം ശീതയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, അമേരിക്കയുടെ പക്ഷത്തുണ്ടായിരുന്ന മുതലാളിത്ത രാജ്യങ്ങളും സോവിയറ്റ് യൂണിയൻ്റെ പക്ഷത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും പരസ്പരം വാക്കുകൾ കൊണ്ട് പോരാടിയിരുന്ന സമയമായിരുന്നു. ആ സമയത്ത് ആയുധം വെച്ചിട്ടുള്ള യുദ്ധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ വാക്കുകൾ ഉപയോഗിച്ചും ടെക്നോളജികൾ ഉപയോഗിച്ചും ഈ രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം പോരാടിയിരുന്നു. അമേരിക്ക ഇറാനെ സഹായിക്കാൻ 2 പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, നമുക്കറിയാം, റഷ്യയുമായി ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഇറാൻ എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയ്ക്ക് റഷ്യയുമായി അടുത്ത് കിടക്കുന്ന ഒരു രാജ്യവുമായിട്ട് സൗഹൃദം ഉണ്ടാക്കുക എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന കാര്യം നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. 2ാമത്തെ കാര്യം, ഇറാനിൽ വലിയ രീതിയിലുള്ള എണ്ണ നിക്ഷേപങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളായിട്ടുള്ള ദുബായിലും സൗദി അറേബ്യയിലുമെല്ലാം എണ്ണ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ, അല്ലെങ്കിൽ എണ്ണ വിജയകരമായി കുഴിച്ചെടുക്കുന്നതിന് മുന്നേ തന്നെ ഇറാൻ വലിയ രീതിയിൽ എണ്ണ വിറ്റ് ലാഭമുണ്ടാക്കിയിരുന്ന രാജ്യം പോലുമായിരുന്നു. എന്നാൽ പാകിസ്ഥാനുമായിട്ടും അമേരിക്കയുമായിട്ടും ഇറാൻ വെച്ച് പുലർത്തിയിരുന്ന സൗഹൃദത്തിന് ഒരു ഇടിവ് സംഭവിക്കുന്നത് 1978-79 വർഷങ്ങളിൽ നടന്ന ഇറാനിയൻ റവല്യൂഷന് ശേഷമായിരുന്നു. ഇറാനിയൻ റവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത് ഇമ്പീരിയൽ സ്റ്റേറ്റ് ഓഫ് ഇറാൻ ആയിരുന്നു. അതിനെ മാറ്റി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ആക്കാൻ വേണ്ടി ഒരു മതവിപ്ലവം അവിടെ പൊട്ടിപ്പുറപ്പെടുകയാണ്. റാസ ഷായുടെ ഭരണത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു ഇസ്ലാമിക രാജ്യം സാധ്യമായി എന്നതും യാഥാർത്ഥ്യം തന്നെയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നിരവധി ചെയിൻ റിയാക്ഷൻസ് നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നിരുന്നു. നമുക്കറിയാം, ഇറാനിലെല്ലാം ഇപ്പോഴും വലിയൊരു വിവാദമായി നിലനിൽക്കുന്ന ഒരു കാര്യമാണ് സ്ത്രീകൾ നിർബന്ധമായിട്ടും ഹിജാബ് ധരിച്ചിരിക്കണം എന്ന നിയമം. ഒരു കാലത്ത് സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ആ ചോയ്സിനെ എടുത്തു കളഞ്ഞ് നിർബന്ധമായിട്ടും ഹിജാബ് ധരിച്ചിരിക്കണം എന്ന നിയമമെല്ലാം കൊണ്ടുവരുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷമെല്ലാമാണ്. ഈ ഒരു ഇസ്ലാമിക് റവല്യൂഷൻ്റെ അല്ലെങ്കിൽ ഇറാനിയൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള മതകലാപങ്ങളും ആയുധം വെച്ചുള്ള തെരുവ് യുദ്ധങ്ങളുമെല്ലാം നടന്നിരുന്നു എന്നത് ചരിത്രം തന്നെയാണ്. 1979-ൽ ലോകമൊട്ടാകെ ഒരു എണ്ണ പ്രതിസന്ധി രൂപപ്പെടാനും അത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇപ്പോൾ ഇന്ത്യക്കാരെല്ലാം പോയിക്കൊണ്ടിരിക്കുന്ന ഗൾഫ് രാജ്യങ്ങളുടെ, അതായത് ദുബായ്, സൗദി അറേബ്യ പോലുള്ള സ്ഥലങ്ങളുടെ എല്ലാം വലിയ ഉയർച്ചയ്ക്കെല്ലാം ഇത് കാരണമായിട്ടുണ്ട് എന്നതും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. വലിയ രീതിയിലുള്ള ചെയിൻ റിയാക്ഷൻസ് നടന്നിട്ടുള്ള ഒരു ഇവൻ്റായിരുന്നു ഇത്. അതിൻ്റെ ഭാഗമായി തന്നെ പാകിസ്ഥാനുമായിട്ടും അമേരിക്കയുമായിട്ടും ഇറാൻ ഉടക്കുകയാണ്. എന്തുകൊണ്ട് തങ്ങൾക്ക് സ്വന്തമായി എണ്ണ കുഴിച്ചെടുത്തുകൂടാ? തങ്ങൾക്ക് എണ്ണ കുഴിച്ചെടുത്ത് വിറ്റാൽ പോരെ, അമേരിക്കയുടെ സഹായം ആവശ്യമില്ലല്ലോ. അമേരിക്കയെ എതിർക്കണം, അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളെ എതിർക്കണം എന്നതെല്ലാമായിരുന്നു ഇവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള സിദ്ധാന്തം. അതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനുമായിട്ടും ഇറാൻ ഉടക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറാനും പാകിസ്ഥാനും
കാലങ്ങൾ കൊണ്ട് ചരിത്രപരമായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ട് പരസ്പരം അകന്നുപോയി എങ്കിലും ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിലല്ല ഇറാനും പാകിസ്ഥാനും സംഘർഷത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് ബലൂചിസ്ഥാനുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. എന്താണ് ഈ ബലൂജ് പ്രവശ്യ? പാകിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു പ്രൊവിയൻസാണ് ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യയിലെ പഞ്ചാബ് പ്രൊവിയൻസ് എന്ന് പറയാറുണ്ടല്ലേ, പഞ്ചാബ് പ്രവിശ്യ എന്ന് പറയാറുണ്ട്. പഞ്ചാബ് പ്രവിശ്യ എന്ന് കേൾക്കുന്ന സമയത്ത് ഇന്ത്യയിലെ സ്ഥലമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും പഞ്ചാബ് പ്രൊവിയൻസ് പാകിസ്ഥാനിലേക്കും വ്യാപിച്ചു കിടക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ പഞ്ചാബ് എന്നെല്ലാം പറയുന്നത് ഒരു പക്ഷേ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. ഇതുപോലെ ബലൂചിസ്ഥാൻ പ്രൊവിയൻസ് പാകിസ്ഥാനിലും ഇറാനിലും അഫ്ഗാനിസ്ഥാനിലും ഉണ്ട് എന്ന കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂജ് പ്രവിശ്യ. പാകിസ്ഥാൻ്റെ ആകെ കരവിസ്തീർണത്തിൻ്റെ 44% ബലൂജ് പ്രവിശ്യയാണ് എന്നത് മാത്രമല്ല, 6% ജനങ്ങൾ മാത്രമാണ് ആ മേഖലയിൽ താമസിക്കുന്നത്. എങ്കിൽ പോലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ തന്ത്രപ്രധാനമായിട്ടുള്ളൊരു സ്ഥലമാണിത്. അതായത് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ധാതു നിക്ഷേപങ്ങളും എണ്ണ നിക്ഷേപങ്ങളും ഉണ്ട് എന്ന കാര്യം മാത്രമല്ല, ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പാകിസ്ഥാന് ഒരു ഓപ്പണിംഗ് കൊടുക്കുന്നത് ഈ മേഖലയാണ്. അതുകൂടാതെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമസ്, നമുക്കറിയാം സൗദി അറേബ്യയിൽ നിന്നെല്ലാം ഇന്ത്യയിലേക്കെല്ലാം എണ്ണ വരുന്നത് ഈ മേഖലയിലൂടെയാണ്. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ചരക്ക് ഗതാഗതത്തിൻ്റെ തന്ത്രപ്രധാനമായിട്ടൊരു സ്പോട്ടാണ്. ഈ സ്പോട്ടിലേക്ക് പാകിസ്ഥാന് എളുപ്പത്തിൽ ആക്സസ് കൊടുക്കുന്നത് ഈ മേഖലയാണ്. ബലൂചിസ്ഥാൻ മറ്റാർക്കെങ്കിലും വിട്ടുകൊടുത്താലോ അല്ലെങ്കിൽ ബലൂചിസ്ഥാന് ഒരു സ്വാതന്ത്ര്യം കൊടുത്താലോ പാകിസ്ഥാൻ്റെ ലോകഭൂപടത്തിലുള്ള സ്ഥാനത്തിന് പോലും ഒരു പ്രസക്തി ഇല്ലാതായിട്ട് മാറും. ഒരു പക്ഷേ ഡീപ് സീ പോർട്ടായ ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ഗ്വാദാർ പോർട്ടിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആളുകളുണ്ടാവും. ചൈനയുടെ വൺ ബെൽറ്റ് വൺ റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ, അതായത് ലോകത്തിൻ്റെ പല ഭാഗത്തേക്കും ചരക്ക് ഗതാഗതം എളുപ്പത്തിൽ നടക്കാൻ, അത് ചൈനയുടെ വികസനത്തിന് ഉതകുന്ന രീതിയിൽ ചിട്ടപ്പെടുത്താൻ വേണ്ടി ചൈന രൂപീകരിച്ചൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ശ്രീലങ്കയുമായിട്ടെല്ലാം ചൈന കൂടുതൽ അടുത്തത്. ആ പദ്ധതിയുടെ ഭാഗമാണ് ഈ തുറമുഖം എന്ന കാര്യം മനസ്സിലാക്കുക. അതുകൂടാതെ ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറും ഈ പദ്ധതിയുടെ ഒരു ഭാഗം തന്നെയാണ്. ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ കശ്മീരിലൂടെയെല്ലാം ഈ ഒരു പാത കടന്നു പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള വലിയ വലിയ പ്രവർത്തനങ്ങളും ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. പക്ഷേ ഈ ബലൂജ് പ്രവിശ്യ പാകിസ്ഥാന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നില്ല. ഈ ബലൂജ് പ്രവിശ്യയിൽ കാലങ്ങളായിട്ട് താമസിച്ചിരുന്നത് ബലൂജ് ഗോത്ര വിഭാഗക്കാരായിരുന്നു. അവർ കാലങ്ങളായിട്ട് അവിടെ താമസിച്ചിരുന്നു. എന്നാൽ തന്ത്രത്തിലൂടെയും കുതന്ത്രത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും ചതിയിലൂടെയുമെല്ലാം മുഹമ്മദ് അലി ജിന്നയ്ക്ക് ബലൂചിസ്ഥാൻ്റെ പ്രധാന ഭാഗങ്ങളെയെല്ലാം പാകിസ്ഥാൻ്റെ ഭാഗമാക്കി മാറ്റാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ തന്നെ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1948 ആവുന്ന സമയത്താണ് ബലൂജിലെ ഗോത്ര വിഭാഗക്കാർ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് തുടങ്ങുന്നത്. തങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഒരു രാജ്യം വേണം, ബലൂചിസ്ഥാൻ എന്ന രാജ്യം വേണം, അതിൻ്റെ അവകാശികൾ ഞങ്ങളാണ്, ഞങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള സ്വാതന്ത്ര്യം പാകിസ്ഥാൻ നൽകുന്നില്ല, ഞങ്ങളുടെ നാട്ടിൽ വികസനം കൊണ്ടുവരുന്നില്ല എന്ന കാര്യങ്ങൾക്ക് പുറമെ അവർ പറയുന്നത് 7000-ഓളം സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പോരാടിയ ജനങ്ങളെ പാകിസ്ഥാൻ്റെ സെക്യൂരിറ്റി ഫോഴ്സസ് അനധികൃതമായി തട്ടിക്കൊണ്ടുപോയി എന്നും അവരിൽ പലരെയും ക്രൂര പീഡനങ്ങൾ ഏൽപ്പിച്ച് കൊല ചെയ്തു എന്നെല്ലാമാണ്. അതായത് ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രതിരോധത്തെ കൊലപാതകം കൊണ്ട് അടിച്ചമർത്താൻ പല സമയത്തും പാകിസ്ഥാൻ സർക്കാരും അവരുടെ പട്ടാളവും തയ്യാറായി എന്നാണ് ബലൂജിലെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെയൊന്നുമില്ല. ഏതാണ്ട് 50ഓളം പേരെ മാത്രമാണ് ഇത്ര കാലത്തോളം അവിടെ നിന്ന് കാണാതെ പോയിട്ടുള്ളത്. അത് സ്വാഭാവികം മാത്രമാണ്. ഞങ്ങൾ ഈ ജനങ്ങളെ പീഡിപ്പിക്കുന്നില്ല എന്ന കാര്യമാണ് പാകിസ്ഥാൻ സർക്കാരെല്ലാം ഔദ്യോഗികമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ബലൂജ് പ്രവിശ്യ ഇറാനിലേക്കും വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇറാനിൽ നിന്നും ബലൂജ് ജനത സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്നുണ്ട്. അതായത് ആ ഭാഗത്തേക്കും കയറി കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൂടെ തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്. അതെല്ലാം ചേർത്ത് ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്രമായിട്ടുള്ളൊരു രാജ്യം ഉണ്ടാക്കി തരണമെന്നതാണ് അവരുടെ ആവശ്യം. അപ്പോൾ രാജ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഭാഗങ്ങളെ സ്വതന്ത്രമായിട്ടൊരു രാജ്യമാക്കണമെന്ന് ആ രാജ്യത്തിലെ ജനങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് വിഘടനവാദം. ഇതേ പേരിൽ തന്നെയാണ് ഇറാനും പാകിസ്ഥാനും സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന ജനങ്ങളെ കൈകാര്യം ചെയ്യുന്നതും. അപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് നിരവധി സംഘടനകൾ ഉണ്ടായി വരാനൊരു സാധ്യതയില്ലേ? ഇതേ കാര്യം ഇറാനിലും പാകിസ്ഥാനിലും സംഭവിക്കുന്നുണ്ട്. ബലൂജ് ലിബറേഷൻ ആർമി, ബലൂജ് ലിബറേഷൻ ഫ്രണ്ട്, ജെയ്ഷൽ ആദിൽ തുടങ്ങിയ സംഘടനകളെല്ലാം ബലൂജിലെ ജനങ്ങളിൽ നിന്ന് ഉണ്ടായി വരുന്നുണ്ട്. അവരുടെ ആവശ്യം എന്താണ്? പാകിസ്ഥാനിലെയും ഇറാനിലെയും ബലൂജ് പ്രവിശ്യയിൽപ്പെട്ട സ്ഥലങ്ങളെയെല്ലാം മോചിപ്പിച്ച് അതിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കി മാറ്റണം.
പാകിസ്ഥാൻ പലപ്പോഴും പറയുന്നത് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളാണ്. എന്നാൽ ഇന്ത്യ പലപ്പോഴും ഇതിനെയെല്ലാം നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞിട്ടുള്ള 3 സംഘടനകളില്ലേ, ഇവരെങ്ങനെയാണ് പാകിസ്ഥാനെയും ഇറാനെയും നേരിടുന്നത്? പലപ്പോഴും ചാവേർ ആക്രമണത്തിലൂടെയാണ്. പാകിസ്ഥാനെയും ഇറാനെയും മാത്രമല്ല, ബലൂജ് പ്രവിശ്യയിലൂടെ ചൈനയുടെ പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ചൈനീസ് ഒഫീഷ്യൽസിനെയും ചൈനീസ് പൗരന്മാരെയും ഇവരാക്രമിച്ചിട്ടുമുണ്ട്. പലപ്പോഴും ചാവേർ ആക്രമണങ്ങൾ നടത്തി വകവരുത്തിയിട്ടുമുണ്ട്. ഈ ജെയ്ഷ് അൽ ആദിൽ എന്ന സംഘടനയുമായിട്ട് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇന്ത്യയുടെ ചാരനെന്ന് പാകിസ്ഥാൻ ആരോപിച്ച് ജയിലിലിട്ട വ്യക്തിയായ കുൽഭൂഷൺ ജാദവിനെ ഇറാനിൽ നിന്ന് പിടിച്ച് പാകിസ്ഥാൻ്റെ ചാര സംഘടനയ്ക്ക് കൈമാറിയത് ഇവരാണ് എന്നാണ് വാർത്തകളുള്ളത്. എന്താണെങ്കിലും ഈ സംഘടനകൾ പലപ്പോഴും പാകിസ്ഥാനും ഇറാനും തലവേദനയായിട്ടുണ്ട്. ഒരു രാജ്യത്തിനുള്ളിൽ ഒരു ടെറിട്ടറിയുടെ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട് പലപ്പോഴും ചാവേർ ആക്രമണങ്ങൾ നടത്തുക എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വെല്ലുവിളി തന്നെയാണ്. എന്നാൽ ഇറാനിൽ ആക്രമണം നടത്തുന്ന സമയത്ത് പാകിസ്ഥാൻ അത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാറില്ല. പാകിസ്ഥാനിൽ ആക്രമണം നടത്തുന്ന സമയത്ത് ഇറാനും അത് വലിയ രീതിയിൽ മൈൻഡ് ചെയ്യാറില്ല. കാരണം ഈ രാജ്യങ്ങൾ അത്രത്തോളം വലിയ സൗഹൃദത്തിലല്ല ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇതുപോലെ ജെയ്ഷ് അൽ ആദിൽ എന്ന സംഘടന ഈ അടുത്ത് ഇറാനിലെ പല ഒഫീഷ്യൽസിനെയും വകവരുത്തിയിരുന്നു. അവരുടെ സെക്യൂരിറ്റി ഫോഴ്സിൽ ഉൾപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെ വകവരുത്തിയിരുന്നു. ഇങ്ങനെ വകവരുത്തി ജെയ്ഷ് അൽ ആദിൽ പാകിസ്ഥാനിലേക്ക് തിരിച്ചുപോയി അവിടെ ഒളിവിൽ കഴിയുകയാണ്. ഇവർ മലനിരകളിലെല്ലാമാണ് താമസിക്കുന്നത്. സാധാരണ ജനങ്ങൾക്കിടയിലാണ് താമസിക്കുന്നതും. ഇങ്ങനെ താമസിക്കുന്ന സമയത്ത് പലപ്പോഴും ഇവരെ പിടികൂടാൻ പറ്റാറില്ല. ഇറാൻ എന്ത് ചെയ്തു? പാകിസ്ഥാന് നിർദ്ദേശം കൈമാറി, ഞങ്ങളുടെ ഒഫീഷ്യൽസിനെ ഇങ്ങനെ വകവരുത്തി കുറച്ച് പേർ പാകിസ്ഥാനിലേക്ക് കയറിയിട്ടുണ്ട്, അവരെ പിടിച്ച് തിരിച്ചേൽപ്പിക്കണം. എന്നാൽ പാകിസ്ഥാൻ ഇത് വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇങ്ങനെയൊരു ഘട്ടത്തിലാണ് ജെയ്ഷ് അൽ ആദിലിൻ്റെ പ്രവർത്തനം ഇന്ന മേഖലയിൽ നടക്കുന്നുണ്ട് എന്ന വിവരം ഇറാന് കിട്ടുന്നത്. ഇതേ തുടർന്ന് ഇറാൻ അങ്ങോട്ട് സീരീസ് ഓഫ് മിസൈൽ അറ്റാക്കുകൾ നടത്തുകയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, പാകിസ്ഥാൻ്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ്റെ ഉള്ളിലാണ് അവർ ആക്രമണം നടത്തുന്നത്. പാകിസ്ഥാന് ഇത് അവർ പോലും എതിർക്കുന്ന സംഘടനകളാണെങ്കിൽ കൂടി അതിനെ അനുകൂലിക്കാൻ വേണ്ടി പറ്റുന്നതല്ല. കാരണം ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ആക്രമണങ്ങൾ നടന്നിട്ടുള്ളത്. എന്നാൽ ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുള്ള പല ആളുകളും ഇറാനിലെ ബലൂചിസ്ഥാനിൽ ഉണ്ടാവുമല്ലോ. അവരെ തിരിച്ചാക്രമിക്കാൻ പാകിസ്ഥാന് ഒരു ലൈസൻസ് കിട്ടിയതാണല്ലോ. 2 ദിവസം കഴിയുമ്പോൾ തന്നെ പാകിസ്ഥാൻ തിരിച്ച് ഇറാനിലേക്കും ഇതുപോലെ മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയാണ്. എന്നാൽ ഈ 2 രാജ്യങ്ങളും ഞങ്ങളുടെ രാജ്യത്തുള്ള തീവ്രവാദികളെ വകവരുത്തി എന്നല്ല ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അവർ പറഞ്ഞത് സാധാരണക്കാരായ ആളുകളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഈ കാര്യം അൽ ജസീറയിലെല്ലാം റിപ്പോർട്ടായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോഴെന്തായാലും കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞാൽ ബലൂചിസ്ഥാന് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന സംഘടനകൾ ഇറാനും പാകിസ്ഥാനും ഒരുപോലെ ഭീഷണിയാണ്. പക്ഷേ അതിർത്തി മര്യാദകൾ പാലിക്കണമെന്ന കാര്യമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്. പരസ്പരം സഹായിച്ച് പ്രവർത്തിക്കാതിരുന്നതാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചതും. എന്താണെങ്കിലും പാകിസ്ഥാനും ഇറാനും ഒന്നിച്ചു ചേർന്ന് ബലൂജിൽ നടക്കുന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ഒരു സാധ്യതയും ഇപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട്. പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായപ്പോൾ പാകിസ്ഥാന് അവരുടെ ഉള്ളിൽ നടക്കുന്ന, പ്രത്യേകിച്ച് ബലൂചിസ്ഥാനിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എന്നൊരവസ്ഥ വന്ന സമയത്ത് ബലൂചിസ്ഥാനിലെ പല സംഘടനകളും പാകിസ്ഥാനിലുടനീളം ഇപ്പോൾ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതായിട്ടും വാർത്തകളിൽ നമുക്ക് കാണാം. എന്താണെങ്കിലും ഇനി എന്താണ് സംഭവിക്കുക എന്ന കാര്യം നമ്മൾ കണ്ടറിയേണ്ടതാണ്. ഒരുപക്ഷെ പരസ്പരം സംസാരിച്ച് ഒരടി ഇങ്ങോട്ട് കൊടുത്തു, ഒരടി തിരിച്ചു കൊടുത്തു, അതിൻ്റെ പേരിൽ കാര്യങ്ങൾ കോംപ്രമൈസ് ആവുമെന്നും നമുക്ക് കരുതാവുന്നതാണ്. എന്താണെങ്കിലും ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത്ര ലഘുവായി മറ്റെവിടെയും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യൂ. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും മറ്റൊരു നല്ല വിഷയവുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ്, signing off.